ഹായ്, സുഖല്ലേ? ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും എന്നാൽ സിമ്പിളുമായ ഒരു സ്പെഷ്യൽ സൂപ്പർ കോംബോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. ഇതൊരു ബ്രാഹ്മിൻ ഡിഷാണ്. സംഭാര കിച്ചടിയും നല്ല എരിവുള്ള കുറുകുറാന്നുള്ള കാര ബൂന്തി കൂട്ടിയിട്ട് നമുക്കിത് കഴിച്ച് നോക്കാം. എന്തൊരു ടേസ്റ്റിയാന്ന് അറിയോ ഈ സൂപ്പർ കോംബോ. ഇത് നല്ലൊരു സ്പെഷ്യൽ കോംബോ ആണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യൂ, ഇല്ലാത്തവരും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കാര ബൂന്തിക്ക് വേണ്ടിയിട്ട് ഞാനുള്ള ബാറ്റർ ഉണ്ടാക്കാം, എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനൊരു അര കപ്പ് കടലമാവ്, ഒരു വലിയ സ്പൂൺ അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, പിന്നെ ഉപ്പ്, ഇനി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ഇതെല്ലാം ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ആവശ്യത്തിന് ബൂന്തി ഉണ്ടാക്കാൻ അറിയാമല്ലോ, ആ പോലെ കൺസിസ്റ്റൻസിയിൽ ഇത് നമ്മൾ ഒന്ന് നന്നായി കലക്കിയിട്ട് വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ, അതൊന്ന് സെറ്റ് ആവട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി സംഭാര ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിനേക്കാളും ഡിന്നറിനാണ് നല്ലത്. ഇത് ലൈറ്റ് ഫുഡാണ്, അപ്പോൾ ഡിന്നറിന് ഇത് ബെസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 5-6 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഉപ്പ്, പിന്നെ കട്ട തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല പുളിയുള്ള തൈര് തന്നെ എടുത്തോളൂ. ഉപ്പുമാവിലേക്ക് കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര പുളിച്ചതല്ല, ഒന്ന് നന്നായി പുളിച്ച തൈര് എടുത്തോളൂ. അപ്പോൾ ഞാൻ ഒട്ടും പുളിയില്ലാത്ത തൈരല്ല എടുത്തിരിക്കുന്നത്, കുറച്ച് പുളിയുള്ള തൈരാണ് കേട്ടോ ഇത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ടുവരാം. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ കടകോല് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. ഞാൻ എന്തായാലും കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട്, ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മിക്സിയിലൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിൽ ഞാൻ കുറച്ചുകൂടി കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ചേർത്താനുണ്ട്, അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. വരും, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ചതച്ചെടുക്കണം. ഈ ചതച്ചത് കൂടി നമുക്ക് നമ്മളുടെ സംഭാരത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെയാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത്. നാരകത്തിൻ്റെ ഇലയുണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ. ഞാനതൊന്നും ഇല്ലാത്ത കാരണം അത് ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതുകൂടി നമുക്ക് ചതച്ചത് നമ്മുടെ സംഭാരത്തിലേക്ക് ചേർത്തി കൊടുക്കാറുണ്ട് കേട്ടോ. ആ ചതച്ചതും കൂടി ചേർത്തി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കിച്ചടിക്ക് വേണ്ടിയിട്ട്, ഉപ്പുമാവിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഞാനിതിൽ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടാകും, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും കിച്ചടി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഇടണം, അപ്പോൾ ഇതനുസരിച്ചിട്ട് വേണം നമ്മൾ അതിൽ ഉപ്പ് ചേർക്കേണ്ടത് കേട്ടോ. ഇനി കിച്ചടിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വലിയ സ്പൂൺ കടലപ്പരിപ്പ്, ഒരു വലിയ സ്പൂൺ തന്നെ ഉഴുന്നുപരിപ്പ്, 4-5 വറമുളക്, കുറച്ച് കറിവേപ്പില, കടുക്, പിന്നെ കുറച്ച് കപ്പലണ്ടി, കുറച്ച് അണ്ടിപ്പരിപ്പ് കേട്ടോ, കശുവണ്ടി. അപ്പോൾ ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, പക്ഷെ അതിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്കിനി കിച്ചടിക്ക് വേണ്ടി വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ബൂന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ ചൂടുള്ള എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ കിച്ചടിയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കണ്ണാപ്പയിൽ ഇതുപോലെ നമ്മുടെ ബൂന്തിയുടെ മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ നൈസായിട്ടൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബൂന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് കോരി മാറ്റാം കേട്ടോ. അതെല്ലാം നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ട്, ഈ ബൂന്തി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. എൻ്റെ അടുത്ത് ഇല്ലാത്തത് കാരണം അപ്പോൾ അത് കാണിക്കും കൂടി ചെയ്യാമല്ലോ വീഡിയോയിലെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഉണ്ടെങ്കിൽ അത് റെഡിമെയ്ഡ് ആണെങ്കിൽ അത് ഇട്ടോളൂ കേട്ടോ, നല്ല ടേസ്റ്റാണത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മണം കിട്ടുമല്ലോ. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായി മുത്തു പോലെ നന്നായി വന്നിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം കേട്ടോ. ഇതെല്ലാം കോരി നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചോളൂ, നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി അല്ലേ. മിക്സ്ചർ ഉണ്ടാക്കണ്ടെങ്കിലോ പൊരിയുടെ കൂടെയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാലും വേസ്റ്റ് ആവില്ല, അപ്പോൾ ഉണ്ടാക്കിയോളൂ കേട്ടോ. അതുപോലെ ഞാനതെല്ലാം കോരി മാറ്റിയിട്ടുണ്ടേ. ഇനി ആ ചൂടായ എണ്ണയിൽ നിന്ന് ഞാൻ കുറച്ച് എണ്ണ മാത്രം വേറൊരു ചീഞ്ചട്ടിയിലേക്ക് മാറ്റിയിട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് വറുത്തിടാനുള്ള ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കൂടി ചേർത്തി അതൊന്ന് മൂത്ത് വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി നമുക്ക് അതിലേക്ക് ചേർത്തി കൊടുക്കണം കേട്ടോ. അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമുക്ക് നമ്മളുടെ കപ്പലണ്ടിയും കശുവണ്ടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മളുടെ കലക്കി വെച്ചിരിക്കുന്ന സംഭാരം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ആ സംഭാരം മുഴുവൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ച് കുടിക്കണം മാറ്റി വയ്ക്കാമെന്നൊക്കെ, പക്ഷെ അത് മുഴുവൻ ആവശ്യം വന്നു. അപ്പോൾ ഞാനത് മുഴുവൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് കൈ വിടാതെ ഇളക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളൂ. ഇത്തിരി ഇങ്ങനെ പിരിഞ്ഞ പോലെയൊക്കെ തോന്നും, പ്രശ്നമില്ല, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ റവ ഇടുമ്പോൾ അത് സെറ്റ് ആയിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്.
കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മളുടെ റവ ഇത്തിരീശയായിട്ട് കുറേശ്ശായിട്ട് ഇട്ടിട്ട് കെട്ടാണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. ഇത് ഇപ്പം നല്ലൊരു മണമാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉപ്പുമാവിൻ്റെ മണമല്ല, ഇതിന് ടേസ്റ്റും അതല്ല. ഇതിനെ കിച്ചടിയെന്നോ ഉപ്പുമാവോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. പക്ഷേ ഉപ്പുമാവിൻ്റെ പോലത്തെ മണമല്ല, ടേസ്റ്റും ഡിഫറെൻ്റാണ്. ടേസ്റ്റ് ടോട്ടൽ ഡിഫറെൻ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നെയ്യൊന്നും ഇടില്ല കേട്ടോ. ഇത് നമുക്ക് ഇറക്കി വയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു സാധനം കൂടി ചേർത്തി കൊടുക്കണം കേട്ടോ. നമ്മൾ പൊതുവേ ഇതിലേക്ക് നെയ്യൊന്നും ഉപയോഗിക്കില്ല, തൈര് ഉപയോഗിക്കണം. കാരണം നെയ്യ് ഇടാറില്ല കേട്ടോ ഇതിലേക്ക്. ഇത് നല്ല അച്ചാറിൻ്റെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലോണം ഒരു കൈപ്പിടി നിറച്ചും മല്ലിയില അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്തി കൊടുക്കണം കേട്ടോ. ഇത് ശരിക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനല്ല ഡിന്നറിനാണ് കേട്ടോ ഇതുണ്ടാക്കാറ്. ലൈറ്റ് ഫുഡാണ്. നമുക്ക് ലൈറ്റ് ഫുഡ് കഴിക്കണമെന്ന് തോന്നുന്ന ദിവസം രാത്രിയൊക്കെ ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോംബോ ആണ് കേട്ടോ ഇത് രണ്ടും. അപ്പോൾ നമുക്കിതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സെർവ് ചെയ്യണത് എന്ന് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നാടൻ വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ, ചെയ്യണേ. അപ്പോൾ ഇത് നോക്കൂ, ഞാനത് നമ്മളുടെ സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂട് പൊങ്ങണ ആ കിച്ചടിയുടെ മണവും അതിൽ നല്ല കറുമുറ എന്നുള്ള നമ്മളുടെ ഈ കാരബൂന്തിയും ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറയും ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ എന്ന്. ഭയങ്കര ടേസ്റ്റിയാണ്. ഒരു ഡിഫറെൻറ്റ് കോംബോ ആണിത്. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ മറക്കരുത് കേട്ടോ, ഇത് നോക്കണേ. അപ്പോൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരെ ഓക്കെ, ശരി, ബായ്.